5-9-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ പ്രവൃത്തി മാർഗത്തിൻ്റെ സ്നേഹം ലഭിക്കുന്നു. കാരണം ബാബ ഹൃദയപൂർവം പറയുന്നു, എൻ്റെ കുട്ടികളെ, ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഈ സ്നേഹം ദേഹധാരിയായ ഗുരുവിന് നൽകുവാൻ സാധിക്കില്ല. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെ ധാരണയുണ്ടോ, ഷ്രൂഡ് ബുദ്ധിയുണ്ടോ, അതായത് കൂർമ്മ ബുദ്ധിയുണ്ടോ, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള താൽപ്പര്യം ഉണ്ടായിരിക്കും. അവരുടെ ബുദ്ധി മിത്രസംബന്ധികളിലും മറ്റും അലയുകയില്ല. ഷ്രൂഡ് ബുദ്ധി ഉള്ളവർ ആരാണോ, അവർ പഠനത്തിനിടയിൽ ഒരിക്കലും കോട്ടുവ ഇടുകയില്ല. സ്കൂളിൽ ഒരിക്കലും കണ്ണുകൾ അടച്ച് ഇരിക്കുകയില്ല. ഏത് കുട്ടികളാണോ മനസ്സാന്നിധ്യം ഇല്ലാത്തവരായി ഇരിക്കുന്നത്, ആരുടെ ബുദ്ധിയാണോ അവിടെയും ഇവിടെയും അലഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ ജ്ഞാനം മനസ്സിലാക്കുന്നതേയില്ല. അവരെ സംബന്ധിച്ച് ബാബയെ ഓർമ്മിക്കുന്നത് വളരെ പ്രയാസമാണ്. ഓം ശാന്തി. ഇത് ബാബയുടെയും കുട്ടികളുടെയും മേളയാണ്. ഗുരുവിൻ്റെയും അനുയായിയുടെയും അഥവാ ശിഷ്യന്മാരുടെയും മേളയല്ല. ഈ ഗുരുക്കന്മാരുടെ ദൃഷ്ടി ഈ വിധത്തിലാണ്, അതായത് ഇത് എൻ്റെ ശിഷ്യനാണ് അഥവാ ഫോളോവേഴ്സാണ് അഥവാ ജിജ്ഞാസുവാണ് എന്ന്. നിസ്സാര ദൃഷ്ടി ആയല്ലോ. അവർ ആ ദൃഷ്ടിയോടെ തന്നെയാണ് നോക്കുക, ആത്മാവിനെ അല്ല. അവർ നോക്കുന്നത് ശരീരങ്ങളെയാണ്. ആ ശിഷ്യന്മാരും ദേഹാഭിമാനിയായി ഇരിക്കുന്നു. അദ്ദേഹത്തെ തൻ്റെ ഗുരുവായി മനസ്സിലാക്കുന്നു. ദൃഷ്ടി തന്നെ എൻ്റെ ഗുരുവാണ് എന്നതാണുള്ളത്. ഗുരുവിനോട് റിഗാർഡ് വയ്ക്കുന്നു. ഇവിടെയാണെങ്കിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇവിടെ ബാബ തന്നെയാണ് കുട്ടികളുടെ റിഗാർഡ് വയ്ക്കുന്നത്. ഇതറിയുന്നുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു? പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഗുരുക്കന്മാരുടെ മനസ്സിൽ കുട്ടികളാണ് എന്ന സ്നേഹം ഉണ്ടായിരിക്കില്ല. ബാബയുടെ അടുക്കലാണെങ്കിൽ കുട്ടികളോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. കുട്ടികൾക്കും ബാബയോട് സ്നേഹമുണ്ട്. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ആ ഒന്ന് എന്താണ് പഠിപ്പിക്കുന്നത്? പകുതി കൽപ്പം ശാസ്ത്രവും മറ്റും കേൾപ്പിക്കുന്നു. ഭക്തിയുടെ കർമ്മകാന്ഡം, അതായത് ആചാരങ്ങൾ, യാഗം, പൂജ തുടങ്ങിയവ ചെയ്യുന്നു. ഗായത്രി, സന്ധ്യ തുടങ്ങിയവ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാകട്ടെ ബാബ വന്നിരിക്കുകയാണ്, തൻ്റെ പരിചയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാബയെ തീർത്തും അറിഞ്ഞിരുന്നില്ല. സർവവ്യാപി എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പരമാത്മാവ് എവിടെയാണ് എന്ന് എപ്പോൾ ചോദിച്ചാലും അത് സർവവ്യാപിയാണ് എന്ന് ഉടൻ പറയും. നിങ്ങളുടെ അടുക്കൽ മനുഷ്യർ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ ചോദിക്കുന്നു, ഇവിടെ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്? പറയൂ, നമ്മൾ രാജയോഗം പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവത, അതായത് രാജാവാകുവാൻ സാധിക്കും. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ ശിക്ഷണം നൽകുന്നു എന്ന് പറയുന്ന മറ്റൊരു സത്സംഗവും ഉണ്ടായിരിക്കില്ല. ദേവതമാരുള്ളത് സത്യയുഗത്തിലാണ്, കലിയുഗത്തിലുള്ളത് മനുഷ്യരാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. അതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവായി മാറും. പിന്നെ നിങ്ങൾക്ക് പാവനമാകാനുള്ള വളരെ നല്ല യുക്തി പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള യുക്തി ഒരിക്കലും ആർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ഇത് സഹജ രാജയോഗമാണ്. ബാബ പതീത പാവനാണ്. ആ ഒന്ന് സർവശക്തിമാനുമാണ്. അപ്പോൾ ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നത്. കാരണം യോഗം അഗ്നിയാണല്ലോ. ഇവിടെ പുതിയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്.
ഇത് ജ്ഞാനമാർഗമാണ്. ജ്ഞാനസാഗരം ഒരേ ഒരു ബാബയാകുന്നു. ജ്ഞാനവും ഭക്തിയും വേറെ വേറെയാണ്. ജ്ഞാനം പഠിപ്പിക്കുന്നതിനായി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. കാരണം ആ ഒന്നാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്ന് സ്വയം വന്ന് തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ സർവരുടെയും പിതാവാകുന്നു. ബ്രഹ്മാവിലൂടെ മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കുന്നു. പാവന ലോകം സത്യയുഗമാണ്. പതീത ലോകമാണ് കലിയുഗം. സത്യയുഗ ആദിയുടെയും കലിയുഗ അന്ത്യത്തിൻ്റെയും സംഗമയുഗമാണ് ഇത്. ഇതിനെ ലീപ് യുഗം എന്ന് പറയുന്നു. ഇതിൽ നമ്മൾ ജമ്പ് ചെയ്യുന്നു. എവിടേക്ക്? പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് ജമ്പ് ചെയ്യുന്നു. അവരാണെങ്കിൽ പടികളിൽ നിന്നും പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി വന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ മോശമായ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് പൂർണ്ണമായും ജമ്പ് ചെയ്യുന്നു. നേരെ പോകുന്നു മുകളിലേക്ക്. പഴയ ലോകത്തെ ഉപേക്ഷിച്ച് നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത പഴയ ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്. പുതിയ ലോകത്തിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അതിനെ സ്വർഗം എന്ന് പറയുന്നു. അവിടെ എല്ലാവരും പവിത്രമായിരിക്കുന്നു. കലിയുഗത്തിൽ എല്ലാവരും അപവിത്രമാണ്. രാവണൻ അപവിത്രമാക്കുന്നു. ഇത് എല്ലാവരെയും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നിങ്ങളിപ്പോൾ രാവണ രാജ്യത്തിൽ അഥവാ പഴയ ലോകത്തിലാണ്. യഥാർത്ഥത്തിൽ രാമരാജ്യത്തിൽ ആയിരുന്നു. അതിനെ സ്വർഗം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് 84ൻ്റെ ചക്രം കറങ്ങി താഴെ വീണത്? അത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ആര് നല്ല വിവേകശാലികളായിരിക്കുമോ അവർ ഉടൻ മനസ്സിലാക്കും. ആർക്ക് ബുദ്ധിയിൽ വരില്ലയോ അവർ മനസ്സാന്നിധ്യം ഇല്ലാത്തവരെ പോലെ അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ടേയിരിക്കും. അറ്റൻഷനോടെ കേൾക്കില്ല. നിങ്ങൾ ബുദ്ധിസ്ഥിരതയില്ലാത്തവരാണ് എന്ന് പറയാറുണ്ടല്ലോ. സന്യാസിമാരും ഇരുന്ന് കഥ കേൾപ്പിക്കുമ്പോൾ ചിലർ ഉറക്കം തൂങ്ങുന്നു, അല്ലെങ്കിൽ അറ്റൻഷൻ മറ്റു ഭാഗത്തായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അവരോട് ചോദിക്കും, എന്താണ് കേൾപ്പിച്ചത്? ബാബയും എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മനസ്സാന്നിധ്യമില്ലാത്തവരായി ഇരിക്കുന്നില്ലല്ലോ. നല്ല ഷ്രൂഡ് ആയ കുട്ടികൾ ആരാണോ അവർ പഠനത്തിൽ ഒരിക്കലും കോട്ടുവായി ഇടുന്നില്ല. സ്കൂളിൽ ഒരിക്കലും ആരെങ്കിലും കണ്ണുകൾ അടച്ച് ഇരിക്കുന്നത് നിയമമല്ല. ജ്ഞാനം യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ബാബയെ ഓർമ്മിക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. പിന്നെ പാപം എങ്ങനെ ഇല്ലാതാകും? ഷ്രൂഢ ബുദ്ധിയുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള താല്പര്യം വയ്ക്കുന്നു. ജ്ഞാനം ഇല്ലെങ്കിൽ ബുദ്ധി മിത്രസംബന്ധികളുടെ നേർക്ക് അലഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, മറ്റെല്ലാം മറക്കേണ്ടതുണ്ട്. അവസാനം യാതൊന്നും ഓർമ്മ വരരുത്. ബാബ സന്യാസിമാരെയും മറ്റും കണ്ടിട്ടുണ്ട്. ഉറച്ച ബ്രഹ്മജ്ഞാനികളായവർ രാവിലെ ഇങ്ങനെ ഇരിക്കവേ തന്നെ ബ്രഹ്മ മഹത്തത്വത്തെ ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കുന്നു. അവരുടെ ശാന്തിയുടെ പ്രവാഹം വളരെയധികം ഉണ്ടാകുന്നു. ഇപ്പോൾ അവർ ബ്രഹ്മത്തിൽ ലയിക്കുക സാധ്യമല്ല. വീണ്ടും മാതാവിൻ്റെ ഗർഭത്തിലൂടെ ജന്മമെടുക്കേണ്ടി വരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ മഹാത്മാവ് എന്ന് ശ്രീകൃഷ്ണനെ പറയുന്നു. മനുഷ്യരാണെങ്കിൽ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശ്രീകൃഷ്ണൻ സമ്പൂർണ്ണ നിർവികാരിയാണ്. എന്നാൽ കൃഷ്ണനെ സന്യാസി എന്നല്ല, ദേവത എന്നാണ് പറയുന്നത്. സന്യാസി എന്ന് പറയുന്നതിനും ദേവത എന്ന് പറയുന്നതിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. കൃഷ്ണൻ ദേവത എങ്ങനെയാകും? സന്യാസിയിൽ നിന്നും ദേവതയായി. പരിധിയില്ലാത്ത സന്യാസം ചെയ്തു. പിന്നെ പുതിയ ലോകത്തിലേക്ക് പോയി. അവരാണെങ്കിൽ പരിധിയുള്ള സന്യാസം ചെയ്യുന്നു. പരിധിയില്ലാത്തതിലേക്ക് പോകാൻ സാധിക്കില്ല. പരിധിയുള്ളതിൽ തന്നെ വികാരത്തിലൂടെ പുനർജന്മം എടുക്കേണ്ടി വരും. പരിധിയില്ലാത്ത അധികാരിയാകാൻ സാധിക്കില്ല. രാജാവും റാണിയും ഒരിക്കലും ആകാൻ സാധിക്കില്ല. കാരണം അവരുടെ ധർമ്മം തന്നെ വേറെയാണ്.
സന്യാസധർമ്മം ദേവീദേവതാ ധർമ്മമല്ല. ബാബ പറയുന്നു, ഞാൻ അധർമ്മത്തിൻ്റെ വിനാശം ചെയ്ത് ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. വികാരവും അധർമ്മമാണല്ലോ. അതിനാൽ ബാബ പറയുന്നു, ഇവ എല്ലാത്തിൻ്റെയും വിനാശവും ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനയും ചെയ്യുന്നതിന് എനിക്ക് വരേണ്ടി വരുന്നു. ഭാരതത്തിൽ എപ്പോഴാണോ സത്യുഗം ഉണ്ടായിരുന്നത്, അപ്പോൾ ഒരേ ഒരു ധർമ്മമായിരുന്നു. അതേ ധർമ്മം പിന്നെ അധർമ്മമാകുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ആദി സനാതന ദേവീദേവതാ ധർമ്മം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം ഉണ്ടാക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊള്ളൂ. അതിലും എത്ര സാധിക്കുമോ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇത് ഉറപ്പിക്കൂ. ഏതുപോലെ ഭക്തർ രാവിലെ എഴുന്നേറ്റ് ഏകാന്തതയിലിരുന്ന് മാല ജപിക്കുന്നു. നിങ്ങളാണെങ്കിൽ മുഴുവൻ ദിവസത്തെയും കണക്കെടുക്കുന്നു. ഇന്ന സമയത്ത് ഇത്ര ഓർമ്മയുണ്ടായിരുന്നു, മുഴുവൻ ദിവസത്തിലും ഇത്ര സമയം ഓർമ്മയുണ്ടായിരുന്നു, ടോട്ടൽ എടുക്കുന്നു. അവരാണെങ്കിൽ സത്യമായ ഭക്തനല്ലെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് മാല തിരിക്കുന്നു. പലരുടെയും ബുദ്ധി പുറത്ത് എവിടേക്കോ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭക്തിയിലൂടെ നേട്ടം യാതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇതാകട്ടെ ജ്ഞാനമാണ്. ഇതിലൂടെ വളരെയധികം നേട്ടമുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളുടേത് കയറുന്ന കലയാണ്. ബാബ അടിക്കടി പറയുന്നു, മൻ മനാഭവ. ഗീതയിലും ഈ വാക്കുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ആർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല. ഉത്തരം നൽകാനേ അറിയാമായിരിക്കില്ല. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എഴുതപ്പെട്ടിട്ടുമുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഭഗവാൻ ഉവാച ആണല്ലോ. എന്നാൽ അവരുടെ ബുദ്ധിയിലുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ്. കൃഷ്ണനാണെങ്കിൽ ദേഹധാരിയും പുനർജന്മത്തിൽ വരുന്നവനും ആണല്ലോ. കൃഷ്ണനെ ഭഗവാൻ എന്നെങ്ങനെ പറയാൻ സാധിക്കും? സന്യാസിമാർ തുടങ്ങിയവർ ആരുടെയെങ്കിലും ദൃഷ്ടി പിതാവും കുട്ടികളും എന്ന രീതിയിൽ ആവുക സാധ്യമല്ല. ഗാന്ധിജിയെയും ബാപ്പുജി എന്ന് പറയുമായിരുന്നു. എന്നാൽ പിതാവിൻ്റെയും കുട്ടികളുടെയും ബന്ധം എന്ന് പറയില്ല. എന്നിരിക്കലും അത് സാകാരമായല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇതിൽ ഇരിക്കുന്ന ബാബ പരിധിയില്ലാത്ത ബാപ്പുജിയാണ്. ലൗകികവും പാരലൗകികവും രണ്ട് പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാപ്പുജിയിൽ നിന്നും യാതൊന്നും ലഭിച്ചില്ല. ശരി, ഭാരതത്തിൻ്റെ രാജധാനി തിരികെ ലഭിച്ചു. എന്നാൽ അത് സമ്പത്ത് എന്ന് പറയില്ല. സുഖം ലഭിക്കേണ്ടത് ആവശ്യമാണല്ലോ. രണ്ട് സമ്പത്താണുള്ളത്. ഒന്ന് പരിധിയുള്ള പിതാവിൻ്റെ, രണ്ടാമത്തേത് പരിധിയില്ലാത്ത പിതാവിൻ്റേത്. ബ്രഹ്മാവിൽ നിന്ന് പോലും സമ്പത്ത് ലഭിക്കുന്നില്ല. മുഴുവൻ പ്രജകളുടെയും പിതാവാണ് എങ്കിൽ പോലും ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. ആ ഒന്ന് സ്വയം പറയുന്നു, എന്നിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു സമ്പത്തും ലഭിക്കുന്നില്ല. എന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല എന്ന് ഇദ്ദേഹം സ്വയം പറയുന്നു. എന്നിരിക്കെ ആ ബാപ്പുജിയിൽ നിന്നും എന്ത് സമ്പത്താണ് ലഭിക്കുക? യാതൊന്നുമില്ല. ഇംഗ്ലീഷുകാർ പോയി. ഇപ്പോഴെന്താണ്? നിരാഹാര സമരം, പിക്കറ്റിംഗ്, സ്ട്രൈക്ക് തുടങ്ങിയവ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എത്ര ലഹളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഭയമില്ല. വലിയ വലിയ ഓഫീസേഴ്സിന് പോലും കൊല്ലുന്നു. സുഖത്തിന് പകരം കൂടുതൽ ദുഃഖമാണ്. പരിധിയില്ലാത്ത കാര്യം ഇവിടെ തന്നെയാണുള്ളത്. ബാബ പറയുന്നു, ആദ്യം ഈ ഉറച്ച നിശ്ചയം വരുത്തൂ, ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ബാബ നമ്മളെ അഡോപ്റ്റ് ചെയ്തു. നമ്മൾ അഡോപ്റ്റഡ് കുട്ടികളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരം വന്നിരിക്കുകയാണ്. സൃഷ്ടിചക്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ.
സതോപ്രധാനം തീർച്ചയായും ആകേണ്ടി വരും. പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം എന്നതും അറിയുന്നുണ്ട്. പുതിയ ലോകത്തിൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾ എവിടെ? 9 ലക്ഷം എവിടെ? ഇത്രയും പേരെല്ലാം എവിടെ പോകും? ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മളെല്ലാ ആത്മാക്കളും മുകളിലായിരുന്നു, പിന്നെ പാർട്ട് അഭിനയിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നു. ആത്മാവിനെ തന്നെയാണ് ആക്ടർ എന്ന് പറയുന്നത്. ആത്മാവ് ഈ ശരീരത്തോടൊപ്പം ആക്ട് ചെയ്യുന്നു. ആത്മാവിന് ഓർഗൻസ് വേണമല്ലോ. ആത്മാവ് എത്ര ചെറുതാണ്! 84 ലക്ഷം ജന്മമില്ല. ഓരോരുത്തരും അഥവാ 84 ലക്ഷം ജന്മം എടുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാർട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടായിരിക്കുക സാധ്യമല്ല. സ്മൃതിക്ക് പുറത്തു പോകും. 84 ജന്മം പോലും നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്നില്ല, മറന്നുപോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിച്ച് തീർച്ചയായും പവിത്രമാകണം. ഈ യോഗാഗ്നിയിലൂടെ വികർമ്മം വിനാശമാകും. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ നേടുന്നു എന്നതും ഉറപ്പാണ്. ഇപ്പോൾ വീണ്ടും സ്വർഗവാസി ആകുന്നതിനായി ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ, കാരണം പതീത പാവനൻ ഞാൻ തന്നെയാകുന്നു. നിങ്ങൾ ബാബയെ വിളിച്ചുവല്ലോ. ഇപ്പോൾ ബാബ പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. പാവനം ആയവരാണ് ദേവത, പതീതമായവർ മനുഷ്യരാണ്. പാവനമായ ശേഷം ശാന്തിധാമത്തിലേക്ക് പോകണം. നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നോ അതോ സുഖധാമത്തിൽ വരാൻ ആഗ്രഹിക്കുന്നോ? സന്യാസിമാർ പറയുന്നു, സുഖം കാക്കക്കാഷ്ടത്തിന് സമാനമാണ്, നമുക്ക് ശാന്തി വേണം. അപ്പോൾ അവർക്ക് സത്യയുഗത്തിൽ ഒരിക്കലും വരാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത് പ്രവൃത്തി മാർഗത്തിൻ്റെ ധർമ്മമാണ്. ദേവതമാർ നിർവികാരിയായിരുന്നു. അവർ തന്നെ പുനർജന്മം എടുത്തെടുത്ത് പതീതമാകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, നിർവികാരിയാകണം. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകട്ടെ. പുണ്യാത്മാവായി മാറും. പിന്നെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകും. അവിടെ ശാന്തിയും ഉണ്ടായിരുന്നു, സുഖവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുഃഖധാമമാണ്. വീണ്ടും ബാബ വന്ന് സുഖധാമത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു, ദുഃഖധാമത്തിൻ്റെ വിനാശവും. ചിത്രവും മുന്നിലുണ്ട്. പറയൂ, ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുകയാണ്? ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ബാക്കി ഒരൽപ്പം ഭാഗം അവശേഷിക്കും. ഇത്രയും ഖണ്ഡങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. ഈ മുഴുവൻ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് പാഠശാലയാണ്. ഭഗവാൻ ഉവാച. ആദ്യം ബാബയുടെ പരിചയം നൽകേണ്ടി വരുന്നു. ഇപ്പോൾ കലിയുഗമാണ്, പിന്നെ സത്യയുഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമായിരിക്കും. ഒന്നിനെ ഓർമ്മിക്കണം, അതാണ് അവ്യഭിചാരി ഓർമ്മ. ശരീരത്തെയും മറക്കേണ്ടതുണ്ട്. ശാന്തിധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. വീണ്ടും ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ പതീതരായ ആർക്കും പോകാൻ സാധിക്കില്ല. ബാബയെ ഓർമ്മിച്ച് പാവനമായി നിങ്ങൾ മുക്തിധാമത്തിലേക്ക് പോകും. ഇത് നല്ല രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. മുൻപ് ഇത്രയും ചിത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ല. ചിത്രങ്ങളില്ലാതെ നട്ട്ഷെല്ലിൽ മനസ്സിലാക്കിക്കുമായിരുന്നു. ഈ പാഠശാലയിൽ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറേണ്ടതുണ്ട്. ഇത് പുതിയ ലോകത്തിന് വേണ്ടിയുള്ള നോളജാണ്. അത് ബാബ തന്നെ ആയിരിക്കുമല്ലോ നൽകുക. ബാബയുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുന്നത് കുട്ടികളുടെ മേലാണ്. ഞാൻ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. പരിധിയില്ലാത്ത ബാബ നമ്മളെ മനസ്സിലാക്കിക്കുകയാണ്. ആ ഒന്നിൻ്റെ നാമം ശിവ് ബാബ എന്നാകുന്നു. കേവലം പരിധിയില്ലാത്ത ബാബ എന്ന് പറയുന്നതിലൂടെ പോലും കുഴങ്ങിപ്പോകും. കാരണം ബാബമാരും വളരെയധികം ആയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ മേയറിനെയും ബാബ എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ വരുന്നു. അപ്പോൾ പോലും എൻ്റെ നാമം ശിവൻ എന്ന് തന്നെയാണ്.
ഞാൻ ഈ രഥത്തിലൂടെ നിങ്ങൾക്ക് നോളജ് നൽകുന്നു. ഇദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പ്രജാപിത ബ്രഹ്മ എന്ന നാമം വെച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിനും എന്നിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് ജമ്പ് ചെയ്യാനുള്ള സമയമാണ്. അതിനാൽ ഈ പഴയ ലോകത്തിൽ നിന്നും പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. ഇതിനെ ബുദ്ധി കൊണ്ട് മറക്കണം. പഠനത്തിന്മേൽ പൂർണ്ണ അറ്റൻഷൻ നൽകണം. സ്കൂളിൽ കണ്ണുകൾ അടച്ച് ഇരിക്കുന്നത് നിയമമല്ല. പഠനത്തിൻ്റെ സമയത്ത് ബുദ്ധി അവിടെയും ഇവിടെയും അലയാതിരിക്കുന്നതിനും കോട്ടുവ വരാതിരിക്കുന്നതിനുമുള്ള ശ്രദ്ധയുണ്ടായിരിക്കണം. എന്ത് കേട്ടുകൊണ്ടിരിക്കുന്നോ അത് ധാരണയായിക്കൊണ്ടിരിക്കണം. വരദാനം. ആത്മീയ ലഹരിയിലൂടെ പഴയ ലോകത്തെ മറക്കുന്ന സ്വരാജ്യത്തിൻ്റെയും വിശ്വരാജ്യത്തിൻ്റെയും അധികാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ആരാണോ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരി, അവർ തന്നെയാണ് സ്വരാജ്യത്തിൻ്റെയും വിശ്വരാജ്യത്തിൻ്റെയും അധികാരിയാകുന്നത്. ഇന്ന് സ്വരാജ്യമാണ്, നാളെ വിശ്വത്തിൻ്റെ രാജ്യമുണ്ടാകും. ഇന്നിൻ്റെയും നാളെയുടെയും കാര്യമാണ്. ഇങ്ങനെയുള്ള അധികാരിയായ ആത്മാവ് ആത്മീയ ലഹരിയിലിരിക്കുന്നു. ലഹരി പഴയ ലോകത്തെ സഹജമായി മറപ്പിക്കുന്നു. അധികാരി ഒരിക്കലും ഏതെങ്കിലും വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സംസ്കാരത്തിൻ്റെയോ അധീനം ആവുക സാധ്യമല്ല. അവർക്ക് പരിധിയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല, സ്വതവേ വിട്ടുപോകുന്നു. സ്ലോഗൻ. ഓരോ സെക്കൻഡിനെയും ഓരോ ശ്വാസത്തെയും ഓരോ ഖജനാവിനെയും സഫലമാക്കുന്നവർ തന്നെയാണ് സഫലതാമൂർത്തി ആകുന്നത്. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാനും ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻ സമാപ്തമാകട്ടെ.
ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.